ഹായ് ഓൾ, വെൽക്കം ടു വ്ളോഗ്സ് ബൈ ജെഫി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എക്സീമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനാണ് കേട്ടോ എക്സീമ ഉള്ളത്. അപ്പോൾ അവനൊരു 1 മന്ത് ആയപ്പോൾ തൊട്ടേ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറാണ് ഇങ്ങനെ എക്സീമയാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സീമയും ഡ്രൈ സ്കിന്നും രണ്ടും രണ്ടാന്നുള്ളതാണ്. ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊറിച്ചിലുണ്ടാവും, പക്ഷെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ആശ്വാസം ഉണ്ടാവും. അങ്ങനെയാണല്ലോ. പിന്നെ അതിങ്ങനെ പൊട്ടി അങ്ങ് ചോര ഒലിക്കത്തില്ല. ഇപ്പോൾ എക്സീമയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതങ്ങ് പൊട്ടി അതിൻ്റെ ആ കണ്ടീഷൻ അങ്ങ് മോശമാവും. പിന്നെ അതുപോലെ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ ആ സ്കിന്നില്ലേ ഭയങ്കരമായിട്ട് കറുത്തിട്ട് നല്ല തിക്കായിട്ടുണ്ടാവും. എപ്പോഴും ചൊറിച്ചിലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളും കൊണ്ട് കുഞ്ഞിന് ആശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എപ്പോഴും ചൊറിച്ചിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പൊട്ടി ഒലിക്കുന്നത് കുറഞ്ഞു. കുറേ ഇപ്പോൾ ആയുർവേദ ഡോക്ടറിനെ ഞാൻ കണ്ടു, അല്ലാത്ത എല്ലാവരെയും കണ്ടു. അപ്പോൾ ഈ ആയുർവേദ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ചൂട് വരുന്ന ശരീരത്തിൽ വരുന്ന ആഹാരങ്ങൾ ഒഴിവാക്കാനാണ്. അതായത് ഫെർമെൻറ്റേഷൻ നടക്കുന്ന എല്ലാം, അപ്പം, ദോശ, ഉഴുന്നടങ്ങിയിട്ടുള്ള ദോശ, അതുപോലെ ഉഴുന്ന് വട, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മുട്ട, ചിക്കൻ, ഇതൊക്കെ ശരീരത്തിന് ചൂടാകുന്നു. പക്ഷേ എനിക്കത് അത്ര പറ്റിയില്ല. കാര്യം നമ്മൾ ഈ ആഹാരം അങ്ങനെ എല്ലാം അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഈ നാൽപ്പാമരാതി ഇതും പച്ചമഞ്ഞളും കൂടെ വെള്ളം തിളപ്പിക്കുക. പക്ഷെ നമുക്ക് വേണമെങ്കിൽ വേപ്പിൻ്റെ ഇലയും ഇടാം. എനിക്ക് വേപ്പിൻ്റെ ഇല കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. പിന്നെ അപ്പം തലേ രാത്രി ഞാനത് തിളപ്പിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കുളിപ്പിക്കുകയോ ചെയ്യാറ്. മാക്സിമം അവനെ കോട്ടൺ തുണികൾ അങ്ങനെയുള്ളത് ഇടിപ്പിക്കാൻ നോക്കാറുണ്ട്. ഇതിന് ഞാൻ കുറേ ഹോസ്പിറ്റലുകളിൽ പോയതാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അസുഖം വരുമ്പോഴാണ് ഈ കണ്ടീഷൻ കുറച്ചുകൂടെ മോശമാകുന്നത്. ഇതൊരു ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു അസുഖം വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. അപ്പോൾ ഈ ഭയങ്കര ചൊറിച്ചിൽ വരുമ്പോഴേ എനിക്കറിയാം അവൻ എന്തോ പനിയോ എന്തോ വരാൻ പോവാണെന്ന്. അപ്പോൾ മാക്സിമം കോട്ടൻ്റെ തുണികൾ ഇടിപ്പിക്കുക, എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക, വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുക. അതുപോലെ മോയ്സ്ചറൈസർ ഏതൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് ഞാനിത് തേക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് തേക്കുമ്പോൾ കാണിക്കാം. പിന്നെ വെള്ളത്തിൽ ഒരുപാട് നേരം നിർത്താതിരിക്കുക. ഇതൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ. അത് ഓരോന്നായിട്ട് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ എക്സീമിക് സ്കിൻ എന്ന് പറയുമ്പോൾ അത് കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ നിന്നാണ് കുഞ്ഞിന് കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. കുട്ടിയുടെ ബുദ്ധിമുട്ട് മാത്രമേ നമ്മളെയും അലട്ടുന്നുള്ളൂ, കുഞ്ഞിനെയും അലട്ടാൻ പാടുള്ളൂ എന്ന് അവനും ചുറ്റുമുള്ളവരും അത് മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ മീഖനെ എപ്പോൾ കാണുവാണേലും മീഖ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. മെയിൻലി തലയിൽ, അതുപോലെ മുഖത്തിൻ്റെ സൈഡിൽ, കാൽമുട്ടിന് താഴോട്ട്, നടുവിന്, പിന്നെ അതുപോലെ കൈയുടെ മുട്ടിന് മുകളിലൊക്കെ. നമുക്ക് കുഞ്ഞിനെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അപ്പോൾ നഖം നല്ലപോലെ ഞാൻ വെട്ടി വെക്കാറുണ്ട്. കാര്യം അത് വെച്ച് മുറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ കുട്ടിയുടെ കാല് കാണിക്കട്ടോ, അതേ കൊച്ചിൻ്റെ കാല് നോക്കിയെന്ന്. പക്ഷേ എനിക്കതൊന്നും അങ്ങനെ വിഷമം വരാറില്ല. പിന്നെ അയ്യേ കൊച്ചിൻ്റെ കാലിങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനൊന്നും ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. കാര്യം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി. ഇതൊരു കുഞ്ഞു കാര്യമല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ചുകൂടെ മുതിരുമ്പോൾ ഇത് ബെറ്റർ ആവും എന്നാണ്. പിന്നെ മാക്സിമം നമ്മൾ ഈ എക്സീമ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. കാര്യം ഈ എക്സീമ, ആസ്മ, അലർജി ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ നല്ലപോലെ ഇത് കെയർ ചെയ്യാൻ പറയാറുണ്ട്. ഇവന് സ്ഥിരമായിട്ട് വീസിങ് വന്നുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാർ സ്നേഹം കൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ തരും അല്ലേ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കുട്ടിയുടെ സ്കിൻ വേഴ്സൺ ചെയ്യാത്ത ഉപദേശങ്ങൾ വേണം സ്വീകരിക്കാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ തേക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ മേടിച്ചത്. അപ്പോൾ പണ്ടത്തെ പോലെ നമുക്കിങ്ങനെ മാറ്റി കിടത്തി ഒന്നും തേപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീടിച്ചിരി വൃത്തിയായാലും വേണ്ടില്ല. കൊച്ചവിടാണോ ഇരിക്കുന്നത്, കൊച്ചിന് വഴക്കില്ലാത്ത രീതിയിൽ. ഇപ്പോൾ അവന് പനിയുള്ളതുകൊണ്ടാണ് ഭയങ്കര വഴക്കല്ലേ, അങ്ങനെ വഴക്ക് വലുതായിട്ടില്ല. അവിടെ വെച്ച് ഞാൻ കുറച്ച് നേരം പറ്റുന്നത്രയും നേരം തേച്ച് പിടിപ്പിക്കും.
ചുമ്മാ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ എൻ്റെ കൈ വെളിച്ചെണ്ണ കിട്ടുമ്പം ഞാനത് കൊച്ചിനെ തേച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ കുഞ്ഞിനെ ഞാൻ അധിക നേരം വെള്ളത്തിലിരുത്താറില്ല. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, ഒരുപാട് സമയം വെള്ളത്തിലിരുത്തരുതെന്ന്. പിന്നെ നമ്മൾ രാവിലെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒന്നുകൂടെ ഞാനൊന്ന് ചൂടാക്കിയിട്ട് അതിലൊരിച്ചിരി തണുത്തോളോടെ ഒഴിച്ചിട്ടാണ് കൊച്ചിനെ കുളിപ്പിക്കുന്നത്. ഒത്തിരി തണുപ്പോ ഒരുപാട് ചൂടോ അവർക്ക് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ടെഡി ബാറിൻ്റെ ബോഡി വാഷാണ് കേട്ടോ. അത് ഡോക്ടർ തന്നെ പറഞ്ഞതാണ് അത് ഉപയോഗിക്കാൻ. പിന്നെ ഡാഫി ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ തലയിൽ എപ്പോഴും പൊറ്റ വരുമേ. അപ്പോൾ ഈ ഡാഫി ഷാമ്പു തലയിൽ തേച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പൊറ്റകൾക്ക് നല്ല ആശ്വാസമുണ്ട്. അതുപോലെ ഈ എക്സീമയ്ക്കും അത് നല്ലതാണെന്നും പറഞ്ഞാണ് അത് തന്നെ ഉപയോഗിക്കുന്നത്. ചില ആഹാരങ്ങൾ ഈ ചൊറിച്ചിൽ കൂട്ടാറുണ്ട്. അവന് പീനട്ട് അലർജി ഉള്ളതാണ്. അപ്പം ഞാൻ ഈ അലർജിക്കായിട്ടൊരു മരുന്നുണ്ട് കേട്ടോ അവന്. അപ്പോൾ ബാഗിൽ എപ്പോഴും ആ മരുന്ന് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി അബദ്ധവശാൽ പീനട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ ഉടൻ തന്നെ എനിക്ക് ആ മരുന്ന് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ പീനട്ട് എന്ന് പറയുന്ന സാധനമേ ഉപയോഗിക്കാറില്ല. അതിപ്പോൾ പീനട്ട് ബട്ടർ ആയിക്കോട്ടെ ഒന്നും. കാര്യം ഇസഹാക്കിന് അത്രയും അറിവുള്ളൊരു പ്രായമായിട്ടില്ല അവൻ തന്നെ എടുത്ത് തിന്നില്ല എന്ന് പറയാൻ. അപ്പം നമ്മൾ കഴിച്ചിട്ട് തൊട്ടാൽ പോലും കുഞ്ഞിന് നല്ലപോലെ ചൊറിയും. ഇത് കുഞ്ഞിൻ്റെ പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേബീസിനെ എങ്ങനെ ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന്. അപ്പം ഞാൻ റീസെൻറ്റ് വീഡിയോ എങ്ങനെയൊക്കെ ഇട്ടിട്ടും എന്താ പറയുക, വയലേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കുറേ ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ലാസ്റ്റ് പണ്ടത്തെ കുളിസീൻ തന്നെ എടുത്തിട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ സ്കിന്നിങ്ങനെ എന്താ ചോര ഒലിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ അന്ന് എനിക്ക് തോന്നിയുമില്ല. എടുത്ത 1-2 റെഫറൻസിന് വേണ്ടി പോലെ ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോസ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അത്രയും മോശപ്പെട്ട ഒരു കണ്ടീഷനിലിരുന്ന സ്കിന്നാണ്. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൊറിച്ചിലാണ്. പക്ഷേ ഈ പൊട്ടുന്ന അവസ്ഥ അങ്ങ് മാറി. മറ്റേത് നമുക്കിങ്ങനെ കാണാമായിരുന്നു, ഇതിങ്ങനെ പഴുത്ത് വരുന്ന പോലത്തെ ഒരു സംഭവം. അതെങ്ങനെ ഇപ്പോൾ പറയാം, ആ ഒരു ഫ്ലെയർ അപ്പ് എന്ന് പറയുന്ന സാധനം നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി ബെറ്ററാണ്. എങ്കിലും കുഞ്ഞിന് നീറുന്നു എന്ന് തോന്നുന്നതോ അതല്ലെങ്കിൽ ഒരയുന്നു എന്ന് തോന്നുന്ന ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാര്യം അത് കുഞ്ഞു നമുക്ക് കാണാൻ പറ്റാത്ത മുറിവുകളുണ്ടെങ്കിൽ വീണ്ടും അത് അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുളി കഴിഞ്ഞ് വിത്തിൻ 2 മിനിറ്റ്സ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഈ തോർത്തുന്നത് തന്നെ നല്ലതായിട്ട് ഒപ്പിയെടുക്കുകയോ ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ തുടച്ചെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. അറ്റോഗ്ല എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. അവന് അത്ര കുറവില്ലായിരുന്നു അത് തേച്ചിട്ട്. പിന്നെ അൾട്രാ സോഫ്റ്റ് തന്നു കേട്ടോ. അതാണ് ഞാൻ മുഴുവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കിട്ടാതെ വന്നപ്പോൾ അവീനോ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ ക്രീം എൻ്റെ തീർന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ സെറ്റഫിൽ യൂസ് ചെയ്യുന്നത്. ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലെ കുഞ്ഞിന് സെറ്റഫിലല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഇല്ലേ, അത് 1.5 വയസ്സ് വരെ കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് തേച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. എനിക്കത് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ ആ ഒരു ചൂട് കൂടുമ്പോഴും നല്ല ചൊറിച്ചിലാണ്. അപ്പോൾ ആ സമയം വീണ്ടും ക്രീം തേച്ച് കൊടുക്കും. അങ്ങനെ ബാഗിലും ഞാൻ ക്രീം വെക്കാറുണ്ട്. ഒരു കുഞ്ഞ് ക്രീം ഞാൻ പുറത്ത് പോകുമ്പോഴും പെട്ടെന്ന് കൊച്ചിന് ഒരു ചൊറിച്ചിലോ നല്ല ചൂടോ ഒക്കെ വന്നാൽ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കുഞ്ഞിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പളപളാന്നുള്ള തുണികളോ, 2 കുട്ടികളെ ഞാൻ അങ്ങനെ ഇടിപ്പിക്കാറില്ല. പിന്നെ ഇവൻ്റെ കാര്യത്തിൽ മാക്സിമം വായുസഞ്ചാരമുള്ള ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള തുണികൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കുഞ്ഞിനെ അങ്ങനെ കണ്ടതിനൊന്നും അപ്പം തന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല എന്ന്. ഞാനും എൻ്റെ മൂത്ത കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ആശുപത്രിയിൽ പോയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ എൻ്റെ തീരുമാനം ഭയങ്കര ശരിയായിരുന്നു ഡോക്ടറിനെ കാണാനുള്ളത്. ഡോക്ടറിനെ തന്നെയാണ് നമ്മളെക്കാട്ടി നന്നായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ എൻ്റെ നൈറ്റ് റുട്ടീൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ മീക്കയുടേത് മാത്രം ഇപ്പോൾ പറയാം. മീക്ക രാത്രിയാകുമ്പം വേറൊരു ഡ്രസ്സ് ഇടും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു തൈലം ഡോക്ടർ തന്നത് തേക്കും. ഈ തൈലം ഭയങ്കര നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ മീക്കയുടെ ആഹാരം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവൻ പുതിയതായിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, ചൊറിയുന്നുണ്ടോ, അങ്ങനെയൊക്കെ.
പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ സോപ്പിന് പകരം ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ മിക്കവാറും സമയങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ വേറൊന്നും തേക്കാറില്ല. പലരും എന്നോട് പറയാറുണ്ട് വീഡിയോ ഇടുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ നോക്കി സുന്ദരിയായിട്ടൊക്കെ ഇരിക്കണമെന്ന്. പക്ഷെ പിള്ളേരിപ്പോൾ ഉറങ്ങി, സമയം 10 മണി കഴിഞ്ഞു. അപ്പോൾ ഈ ലൈറ്റ്, പിന്നെ എനിക്ക് ക്യാമറ സ്റ്റാൻഡ് എടുത്ത് വെക്കുക, അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. കാര്യം നടന്നാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ കാണിച്ചൊരു തൈലമില്ലേ, അത് ഡോക്ടർ തന്നെയാണ്. അത് ഒരെണ്ണത്തിന് 60 രൂപയാണ്. അപ്പോൾ രാത്രി ഞാനത് തേക്കും. അതിനൊരു പ്രത്യേക മണമുണ്ട്. അപ്പോൾ ഈ എക്സീമ ഉണ്ടെന്ന് തോന്നുന്നു സ്ഥലത്ത് മാത്രമാണ് ഞാനത് തേക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പനിയൊക്കെ വരുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു പൊട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിക്കഴിയുവാണെങ്കിൽ മിക്കവാറും ഡോക്ടർ തരുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ക്രീമായിരിക്കും. പക്ഷേ പൊട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ ഡോക്ടർ തരുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീമായിരിക്കും, മൈൽഡായിട്ടുള്ള സ്റ്റിറോയിഡ്. അപ്പോൾ അത് തേക്കാറുണ്ട്. അതൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു 2 തവണയോ 3 തവണയോ തേച്ചിട്ടുള്ളൂ. മാക്സിമം ഞാനത് തേക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഇവന് അലർജിയുടെ മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ തോന്നുവാണെങ്കിൽ ആ അലർജിയുടെ മരുന്ന് ഞാൻ 1 ml കൊടുക്കാറുണ്ട്. എനിക്ക് എക്സിമയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് പറയുകയാണ് കേട്ടോ. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ കുഞ്ഞിനെ തേപ്പിക്കാറ്. പിന്നെ ഇങ്ങനെ എല്ലാവരും പറയുന്ന എല്ലാ മെത്തേഡ്സും അതിലെനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ കുറച്ചും കൂടെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചിലത് ചെയ്ത് നോക്കാറുണ്ട്. അത് ചെയ്ത് 2-3 ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിക്കും. കുഞ്ഞിനത് സിവിയർ ആവുകയെന്ന് കാണുവാണെങ്കിൽ ഞാനത് നിർത്താറുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ആദ്യമേ നമുക്ക് വേണ്ടത് എക്സീമയാണോ ഡ്രൈ സ്കിന്നാണോ എന്ന് വേർതിരിച്ചറിയാനുള്ളൊരിതാണ് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു തരാൻ ആളല്ല എങ്കിലും ഞാനത് എൻ്റെ കുട്ടിക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് കമൻറ്റ് റിപ്ലൈ ചെയ്യാമേ. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജെഫി മേരി, എൻ്റെ പേരാണ് കേട്ടോ, JEFFYMARY. അപ്പം നിങ്ങളതും ഫോളോ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ചെറിയ വീഡിയോ കുറച്ച് ലൈറ്റൊക്കെ ആക്കി വെക്കണം. ലൈറ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എൻ്റെ ലൈറ്റ് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട്, മീൻസ് ഇങ്ങനെ വീഴാറായിട്ടിരിക്കുന്നൊരു ലൈറ്റ്. എന്തൊക്കെയോ പ്രശ്നം. ലൈറ്റ് വെച്ചിട്ട് എൻ്റെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ അതാണ് ലൈറ്റൊന്നും വെക്കാത്തത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ എക്സീമ. ഓക്കെ, താങ്ക് യു.